നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വീണ്ടും ഒരു മുത്തശ്ശനും മുത്തശ്ശിയാകുന്നതിന്റെ ത്രില്ലില്ല ഞാനും മാധവേട്ടനും. എല്ലാ പലഹാരങ്ങളും വയറ് നിറച്ച് കഴിക്കണം. അയ്യോ എനിക്കിതൊന്നും വേണ്ട. വേണ്ടെന്ന് പറഞ്ഞ പറ്റില്ല. ഗർഭസംരക്ഷണത്തിന്റെ ചുമതല എനിക്കും സുചിത്രേച്ചിക്ക. എല്ലാം കഴിച്ചു പറ്റും. വർഷ അവൾക്ക് സുഖാണ്. അവളിനി കുടുംബ വീട്ടിലേക്ക് വരുന്നതേ ഇല്ലെന്നാ പറയുന്നത്. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? വെറും പരിചയമൊന്നും അല്ല വക്കീലെ. എന്റെ ഭാര്യയുടെ സ്വന്തം ചേച്ചിയാണ് വന്ദന ചേച്ചി. ആ ബന്ധം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഇനി കാര്യങ്ങൾ വന്ദനോട് അറിയണമല്ലോ. വർഷയുടെ പേരിൽ വിക്രം സാർ ആരംഭിക്കുന്ന പുതിയ കമ്പനിയുടെ പ്രാഥമിക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് വിക്രം സാർ വന്നിരിക്കുന്നത്. സ്ത്രീകള് കൂട്ടിലടക്കപ്പെട്ട തരത്തില് വീട്ടിൽ തന്നെ കഴിയാൻ പാടില്ല. അവർക്കും സ്വന്തമായിട്ടൊരു ജോലി വേണം. അതുകൊണ്ടാണല്ലോ വർഷയുടെ പേരിൽ തന്നെ ഞാൻ ഈ ബിസിനസ് ആരംഭിക്കുന്നത്. അതിന് വർഷയ്ക്ക് ബിസിനസ് രംഗത്ത് പരിചയമൊന്നുമില്ലല്ലോ. പിന്നെങ്ങനെ അവള് ബിസിനസ് നടത്തുന്നേ? ആ സംശയം എനിക്കും ഇല്ലാതില്ല. ഇപ്പോഴുള്ള എന്റെ കമ്പനിയുടെ മാർക്കറ്റിംഗ് സെക്ഷനിലാണ് ഞാൻ വർഷയെ നിയമിക്കാൻ പോകുന്നത്. എന്റെ കക്ഷികളുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടാവട്ടെ, പരമാവധി എക്സ്പീരിയൻസ് ആവട്ടെ. അപ്പോഴേക്കും പുതിയ കമ്പനി ഓപ്പൺ ആവും. വർഷ പുതിയ കമ്പനിയുടെ MD ആവും. വിക്രം സാറിന്റെ പദ്ധതി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ആ വന്ദനെ, ഫാർമയുടെ ഫയലുകളൊന്നും എടുത്തോണ്ട് വരും. ശരി സർ. വക്കീലേ, വന്ദന എന്റെ അടുത്ത ബന്ധുവൊക്കെ തന്നെ. എന്നാലും എന്റെ ഡീലിങ്സ് ഒന്നും വന്ദന അറിയരുത്. എല്ലാം രഹസ്യമായിരിക്കണം. വി ഫാർമയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലുകൾ ഞാൻ സീക്രട്ടായി എന്റെ പേഴ്സണൽ അലമാരയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാം പരമരഹസ്യമായിരിക്കും. ഗുഡ്. സാധാ ഫയലുകൾ സ്റ്റോർ റൂമിലും. എന്നെ വിശ്വസിക്കാം. വി ഫാമിന്റെ ഫയലുകൾ നോക്കരുതെന്ന് വക്കീല് പറഞ്ഞിട്ടുള്ളതാ. എന്തൊക്കെയോ പുറം ലോകം അറിയരുതെന്ന് വാശിയുള്ള രഹസ്യങ്ങൾ ഇതിനകത്തുണ്ടാവും. അതിനെക്കുറിച്ച് വിക്രമും വക്കീലും തമ്മിൽ രഹസ്യധാരണയും ഉണ്ടാവും. ആൾക്കൂട്ടത്തിനരികിൽ വെച്ചുപോലും ആരോരും അറിയാതെ ഒരുത്തന്റെ ജീവൻ എടുക്കാൻ വിക്രം ആജ്ഞാപിക്കുന്നത് ഞാൻ കേട്ടതാ. ഇപ്പൊ വർഷയെ രംഗത്തിറക്കി ബിസിനസ് ആരംഭിക്കാൻ പോവാ. എന്തൊക്കെയോ ദുരൂഹതകൾ, പൊരുത്തക്കേടുകൾ. ഈശ്വര, നീ എന്റെ വർഷമോളെ കാത്തോളണേ. വന്ദനേച്ചിയാണല്ലോ. പാവം ജോലിക്കാരും ചോദിക്കാനായിരിക്കും വിളിക്കുന്നത്. വന്ദനേച്ചിക്ക് ജോലി കൊടുക്കാൻ വിക്രമേട്ടന് താല്പര്യമില്ലെന്ന് ഞാൻ എങ്ങനെ പറയും? ആ ചേച്ചി. മോളെ, നീ എന്ത് ചെയ്യുന്നു? വിക്രം അടുത്തുണ്ടോ? ഇല്ല, ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായി പുറത്തു പോയിരിക്കുക. എപ്പോ വരുന്നൊന്നും പറയാൻ പറ്റില്ല. നേരെ ഒരുപാടായല്ലോ. ആരും കൂട്ടിനില്ലേ? ഇല്ല, പടഭണ്ഡാരം പോലെയുള്ള വലിയ ബംഗ്ലാവില് ഞാൻ ഒറ്റയ്ക്കാ.
മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ല. ആകെപ്പാടെ ഞാൻ കേൾക്കുന്ന ശബ്ദം പട്ടിയുടെയും കുറുക്കന്റെ ഒക്കെ മോങ്ങലും മോളലും ഒക്കെയാ. വല്ലാതെ ഒറ്റപ്പെട്ടൊരു സ്ഥലം. ചിലപ്പോഴൊക്കെ പേടി തോന്നും. പക്ഷേ വിക്രമേട്ടന്റെ സ്നേഹത്തിന് മുന്നില് എല്ലാം ഞാൻ മറക്കും ചേച്ചി. പക്ഷേ സൂക്ഷിക്കണം, പരിചയമില്ലാത്ത സ്ഥലം. നിനക്കിങ്ങനെ ഒറ്റപ്പെട്ട് താമസിച്ച് പരിചയമില്ലാത്തതാ. വിക്രമനോട് നേരത്തെ വരാൻ പറയണം. ശരി ചേച്ചി. ആ ചേച്ചിയുടെ ജോലിക്കാരെ ഞാൻ ഏട്ടനോട് സംസാരിച്ചു. പുതിയ കമ്പനി തുടങ്ങാൻ കുറച്ച് താമസം ഉണ്ടാവും. കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ജോലി ശരിയാക്കാന്നാ പറഞ്ഞത്. ഞാൻ വിളിച്ചത് ജോലിക്കാര്യം പറയാനൊന്നുമല്ല. എനിക്കിപ്പോ ഒരു വക്കീൽ ഓഫീസിൽ ജോലിയുണ്ട്. വിക്രം ഈ ഓഫീസിലൊരു ക്ലയന്റാണ്. വിക്രമും വക്കീലും കൂടി സംസാരിക്കുമ്പോ നീ വിക്രമിന്റെ കമ്പനിയില് ജോലിക്ക് കയറിയ കാര്യവും ഞാൻ അറിഞ്ഞു. ഏതോ ഒരു ഡിവിഷന്റെ ചാർജ് മുഴുവൻ എന്നെ ഏൽപ്പിക്കാനാ പദ്ധതി. നല്ലത് തന്നെ. പക്ഷേ സൂക്ഷിക്കണം മോളെ. എല്ലാ കാര്യത്തിനും ജാഗ്രത വേണം. മിന്നുന്നതെല്ലാം പൊന്നല്ല. ആരെയും അതിര് വിട്ട് വിശ്വസിക്കരുത്. എത്ര വലിയ ബന്ധാണെന്ന് പറഞ്ഞാലും. എന്താ ചേച്ചി ഇങ്ങനൊക്കെ പറയുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെന്നല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ച. പിന്നെ വർഷയോട് എങ്ങനെയാ കാര്യങ്ങൾ തുറന്നു പറയുന്നത്? ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? അത് കോടിക്കണക്കിന് പണത്തിന്റെ ഏർപ്പാടുകളൊക്കെ അല്ലേ. പല ഭാഗത്തും വഞ്ചനയും ചതിയും കാപട്യങ്ങളും ഒക്കെ പതിഞ്ഞിരിപ്പുണ്ടാവും. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവണമെന്നാ ചേച്ചി പറഞ്ഞത്. മോളെ, എന്നാ ചേച്ചി വെക്കട്ടെ. പിന്നെ സൗകര്യം പോലെ ഞാൻ വിളിച്ചോളാം. ചേച്ചി, അവിടെ എല്ലാവർക്കും എങ്ങനെയുണ്ട്? ദിയമോള? ചിലപ്പോ തോന്നും ഈ കല്യാണം ഒന്നും വേണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെയൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. മോളെ, ചേച്ചി ഫോൺ വെക്കട്ടെ. ചേച്ചി എന്തോ പറയാൻ മടിക്കുന്ന പോലെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.